ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു സാബുദാനയുടെ കിച്ചൺ ഉണ്ടാക്കി. അതിനായിട്ട് സാബുദാന ഒരു 3-4 മണിക്കൂർ നല്ലപോലെ കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ചുവിട്ടാൽ, പിന്നെ ഉരുളക്കിഴങ്ങ് ചെറുതാക്കി അരിഞ്ഞത്, കൊത്തി അരിഞ്ഞു എന്ന് പറയാം, പിന്നെ സവോള അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, കടുക്, ജീരകം, വേപ്പില, ഇത്ര സാധനങ്ങളാണ് നമുക്ക് സാബുദാനയുടെ കിച്ചടി ഉണ്ടാക്കാൻ വേണ്ടത് കേട്ടോ. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നുവെച്ചാൽ ഞാനത് എല്ലാവരോടൊന്ന് പറയാണ്. എനിക്ക് നാട്ടിലൊന്നും അങ്ങനെ അറിയണ്ടായിരുന്നില്ല. ഈ സാബുദാന ഒന്ന് യൂസ് ചെയ്യുന്നത് തന്നെ പായസം ലൂസായിനെ കട്ടി കൂട്ടാനൊക്കെ ആയിട്ടില്ല നമ്മൾ യൂസ് ചെയ്യാറ്. ഇവിടെ വന്നിട്ട് പഠിച്ചതാണ് കേട്ടോ. ഇവിടെയുള്ളവരൊക്കെ ഫാസ്റ്റിനൊക്കെ അതുണ്ടാക്കി കഴിക്കാം. അപ്പോൾ ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ കടുക് ഇട്ട് ആദ്യം പൊട്ടിക്കുക. അത് കഴിഞ്ഞിട്ട് ജീരകം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ ജീരകം ഇട്ടു. പിന്നെ വറ്റൽ മുളക് ഇട്ടു. അത് കഴിഞ്ഞ് കറിവേപ്പില ഇട്ടു കേട്ടോ. ഇതൊക്കെ നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞത് അതിലേക്ക് നമ്മൾ ഇട്ട് ഒരു ബ്രൗൺ കളറാവണ വരെ മൂപ്പിക്കണേണ്ട. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും അതിൻ്റെ കൂടെ തന്നെ ഇട്ടു. പിന്നെ അത് കഴിഞ്ഞൊന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ സവാള ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് സവാളയും ഒന്ന് മൂടി വെച്ച് അത് കഴിഞ്ഞിട്ട് പച്ചമുളക്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമൊന്നും ഉണ്ടാക്കുമ്പോൾ എനിക്ക് അറിയണ്ടായിരുന്നില്ല അത് കേട്ടോ. അപ്പോൾ ഞാൻ അത് കാരണം ഇപ്പോൾ ചെയ്തപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തത്. നമ്മുടെ എന്താ പറയുക, കപ്പലണ്ടി വറുത്ത് പൊടിച്ചതാണ് അത് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് ഒന്ന് ഇളക്കി കുറച്ച് നേരം മൂടി വയ്ക്കുക. ഇളക്കി മൂടി വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവണണ്ട, അല്ലെങ്കിൽ പിന്നെ വെന്തില്ലെങ്കിൽ നമുക്ക് വയറുവേദനയൊക്കെ എടുക്കും. അത് കഴിഞ്ഞത് സാബുദാന ഇതുപോലെ ആയിട്ട് വെള്ളത്തിൽ നിന്ന് അരിച്ച് കോരിയെടുക്കുക. അത് പിന്നെ ഇതിലിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ മല്ലിയുടെ ഇല ഉണ്ടെങ്കിൽ അതൊന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം റെഡിയായി. കഴിക്കാൻ അസാധ്യ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇപ്രാവശ്യമാണ് ഞാൻ കപ്പലണ്ടി ഇട്ടത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. ഹാവ് എ നൈസ് ഡേ.